കോഴിക്കോട് വടകരയിൽ 3 അധ്യാപികമാരടക്കം പ്രതികളായ ലഹരി കേസ് കേരളത്തെ ആകെ ഞെട്ടിച്ചതാണ്. 5 പേർ അറസ്റ്റിലായ ഈ ലഹരി കേസിലെ മുഖ്യ സൂത്രധാരനെ തിരിച്ചറിഞ്ഞു. സുൽത്താൻ ബത്തേരി സ്വദേശി 22-കാരനായ ഷിൻഡോ ബാബുവാണ് മാഫിയയ്ക്ക് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അധ്യാപികമാരുടെ അക്കൗണ്ടുകളിലേക്ക് വന്ന പണം കൈമാറിയിരുന്നത് അറസ്റ്റിലായ ഡെലിവറി ബോയ് ജിജിൻ ബാബുവിനായിരുന്നു. ജിജിൻ ഈ പണം ഷിൻഡോയുടെ അക്കൗണ്ടിലേക്ക് കൈമാറുന്നതായിരുന്നു പതിവ്. MS അനീഷ് കുമാർ അതിന് കൂടുതൽ വിവരങ്ങൾ നൽകും. അനീഷ്, അധ്യാപികമാർ ഉൾപ്പെട്ട MDMA കേസ് അതൊരു കേവലം കേസല്ല, ഉപയോഗമല്ല, അതൊരു വ്യാപാര കണ്ണികളായിരുന്നു, മാഫിയായിരുന്നു എന്ന് പോകെ വ്യക്തമാകുന്ന സാഹചര്യം. കൂടുതൽ ആളുകളിലേക്ക് എത്തുകയാണല്ലോ. ആ മാഫിയയുടെ ആഴം അത് എത്രത്തോളം വലുതാണെന്ന് കൂടുതൽ തെളിയുകയല്ലേ ഈ പറയുന്ന പേരുകൾ കൂടി വരുന്നതോടെ? തീർച്ചയായും ഇത് കേവലം ഒരു സാധാരണഗതിയിലുള്ള ഒരു ലഹരി കേസ് മാത്രമല്ല. 2.8 ഗ്രാം MDMA വടകരയിൽ നിന്നും സഫാൻ എന്ന യുവാവിൽ നിന്നും പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ അന്വേഷണമാണ് ഇപ്പോൾ കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ലഹരി ഇടപാടുകളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കേസായി മാറിയിരിക്കുന്നത്. ആദ്യം വടകര സ്വദേശിയായ സഫാനെ കസ്റ്റഡിയിലെത്തിയ ശേഷം പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യൽ, അയാളുടെ ഫോൺ രേഖകൾ പരിശോധിക്കുക, അക്കൗണ്ട് രേഖകൾ പരിശോധിക്കുക, ഇങ്ങനെ ചെയ്തപ്പോഴാണ് കീർത്തന എന്ന പേരാമ്പ്ര BRCയിലെ അധ്യാപികയാണ് ഇയാൾക്ക് ഈ MDMA വാങ്ങുന്നതിനുള്ള ലൊക്കേഷൻ ഷെയർ ചെയ്ത് നൽകിയതെന്ന് കണ്ടെത്തി. തുടർന്ന് ഇവരുടെ കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് തന്നെ ഇയാൾ പണം നിക്ഷേപിച്ചു എന്നും കണ്ടെത്തി. ഇതേ തുടർന്നാണ് കീർത്തന എന്ന BRCയിലെ അധ്യാപികയെ, കായിക പരിശീലക കൂടിയായ അധ്യാപികയെ പോലീസ് ചോദ്യം ചെയ്യുകയും ഇവരുടെ ഫോൺ രേഖകളും മറ്റുമൊക്കെ പരിശോധിക്കുകയും ചെയ്ത് അപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ അന്വേഷണ സംഘം ഞെട്ടിത്തെറിച്ചത്. കാരണം ഒരു സാധാരണ അധ്യാപിക 10-12 ആയിരം രൂപ മാത്രം ശമ്പളം കിട്ടുന്ന അധ്യാപികയുടെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം ലക്ഷക്കണക്കിന് രൂപ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന കാഴ്ച ഇവർക്ക് കാണാൻ കഴിഞ്ഞു. പിന്നീട് ഈ അധ്യാപികയെ ചോദ്യം ചെയ്തപ്പോൾ അവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് BRCയിലെ തന്നെ പരിശീലകയും ഓട്ടിസം സ്കൂളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന കാവ്യ എന്ന മറ്റൊരു അധ്യാപികയിലേക്ക് വെളിച്ചം വീശുന്ന തെളിവുകൾ ലഭിച്ചത്. ഇവരുടെ അക്കൗണ്ട് വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോഴും കോടികളുടെ ലക്ഷങ്ങളുടെ ഇടപാടുകൾ ഇവരുടെ അക്കൗണ്ടിൽ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായി. ഒപ്പം ഇവർ അടുത്ത കാലത്ത് ആഡംബര കാർ അടക്കം വാങ്ങിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. നേരത്തെ പരിക്ക് പറ്റി ഏതാണ്ട് 1 വർഷം മുമ്പ് ആശുപത്രിയിൽ സുൽത്താൻ ബത്തേരി സ്വദേശിയായിട്ടുള്ള 22-കാരൻ ഷിൻഡോ ബാബുവാണ് ഈ മാഫിയയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതായത് അധ്യാപികമാരുടെ അക്കൗണ്ടുകളിലേക്ക് വന്ന പണം ഈ അറസ്റ്റിലായ ഡെലിവറി ബോയ് കൈമാറും. അത് ജിജിൻ ബാബു ആയിരുന്നു. ജിജിൻ ഈ പണം ഷിൻഡോയുടെ അക്കൗണ്ടിലേക്ക് സ്ഥിരമായി കൈമാറിയിരുന്നു എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളാണ് പോലീസ് ഇപ്പോൾ നിരത്തി അതിൻ്റെ സൂത്രധാരനിലേക്ക് എത്തിയത്. അനീഷ്, ഈ ഷിൻഡോ ഇയാൾ എന്താണ് 22 വയസ്സുകാരൻ എന്ന് പറയുമ്പോൾ ഒരു മാഫിയ തലവനൊക്കെ ആകാനുള്ള സാഹചര്യമായോ? എന്താണ് ഇയാളുടെ ഒരു ബാക്ക് ഹിസ്റ്ററി? എന്താണ് അയാളുടെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ഉണ്ടോ നേരത്തെ? ഈ ഷിൻഡോ ഷിബുവിനെ കുറിച്ചുള്ള അന്വേഷണം പോലീസ് ഇപ്പോഴും ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം അറസ്റ്റിലായ സഫ്വാൻ, അവരിൽ നിന്ന് പിന്നീട് കീർത്തന, കാവ്യ, നിഷ്മ, ഈ 3 അധ്യാപികമാരിലേക്ക് നടത്തിയ അന്വേഷണം നടത്തിയപ്പോഴാണ് ജിജിൻ കുര്യാക്കോസ് എന്ന കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ ഒരു ഡെലിവറി ബോയിലേക്ക് അന്വേഷണം ചെന്നെത്തിയത്. ഇയാളുടെ ഫണ്ടിൽ അക്കൗണ്ടിൽ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഏതാണ്ട് 1 കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ നടന്നുവെന്ന് കണ്ടെത്തി. ഈ പിടിയിലായ 3 അധ്യാപികമാരും ഇയാളുടെ അക്കൗണ്ടിലേക്കാണ് പണം നിക്ഷേപിച്ചിരുന്നത്. പിന്നീട് ഇയാളുടെ ഫോണും ഇയാളുടെ അക്കൗണ്ട് വിശദാംശങ്ങളും മറ്റും തേടി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവിടെ നിന്നും ഈ ഷിൻഡോ എന്ന വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ 22-കാരനാണ് ഇയാൾ പണം അയച്ചു നൽകിയതെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ ആണ് നടന്നിരിക്കുന്നത്. അതായത് മറ്റ് പലരും ഈ പല ശൃംഖലയുടെ താഴെ കണ്ണികൾ പലയിടങ്ങളിൽ നിന്നായി പിരിച്ചെടുക്കുന്ന പണം അല്ലെങ്കിൽ മയക്കുമരുന്ന് കൈമാറുന്നതിലൂടെ ലഭിക്കുന്ന പണം ഈ ജിജിൻ ശേഖരിക്കുന്നു. ജിജിൻ പിന്നീട് അത് ഷിൻഡോയ്ക്ക് കൈമാറുന്നു എന്നിങ്ങനെയുള്ള രീതിയിലുള്ളൊരു ഓപ്പറേഷനാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ജിജിനും ഈ അധ്യാപികമാരും മാത്രമാണോ ഇതിന്റെ കണ്ണികൾ, അല്ലെങ്കിൽ ജിജിനെ പോലെ മറ്റ് ഇടനിലക്കാർ വീണ്ടുമുണ്ടോ? ആ ഇടനിലക്കാർക്ക് കീഴിൽ വീണ്ടും ഈ അധ്യാപികമാർ പോലെയുള്ള പ്രൊഫഷണലുകൾ വീണ്ടും ഉണ്ടോ എന്നടക്കമുള്ള അന്വേഷണങ്ങളൊക്കെ അനിവാര്യമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഇയാൾ വയനാട് സ്വദേശിയാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇയാളുടെ പേരും മറ്റു വിശദാംശങ്ങളും
വിശദാംശങ്ങളും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ ചില സൂചനകൾ വയനാട് സ്വദേശിയെക്കുറിച്ച് പോലീസ് നൽകിയിരുന്നു. പക്ഷേ അപ്പോഴും ഒരു കൃത്യമായ പേരിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഈ താഴെത്തട്ടിലുള്ള കണ്ണുകൾ അറസ്റ്റിലായപ്പോൾ തന്നെ, അല്ലെങ്കിൽ ജിജിൻ കുര്യാക്കോസിലേക്ക് അന്വേഷണം എത്തിയപ്പോൾ തന്നെ ഇയാൾ ഒളിവിൽ പോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് അടുത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കർണാടകത്തിലെ 2 ഇടങ്ങൾ കേന്ദ്രമാക്കിയാണ് ഇയാളുടെ പ്രവർത്തനം നടക്കുന്നത് എന്ന നിഗമനമാണ് പോലീസ് ഉള്ളത്. ഒന്ന് ബംഗളൂരു ആണ്. നമുക്കറിയാം കേരളത്തിലേക്ക് എത്തുന്ന മയക്കുമരുന്നിന്റെ ഒരു നല്ല ശതമാനവും എത്തുന്നത് ബംഗളൂരു വഴിയാണ്. അതും വയനാട് റൂട്ടിലൂടെ എത്തുന്ന മയക്കുമരുന്നാണ് പലപ്പോഴും താമരശ്ശേരിയും കൊടുവള്ളിയും പോലെ ഇടങ്ങളിൽ നിന്നും കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി പിടിച്ചെടുത്തത്. ഒപ്പം ഈ പിടിയിലാവുന്ന പല പ്രതികളും നൽകുന്ന മൊഴിയും ബംഗളൂരുവിൽ നിന്നാണ് തങ്ങൾ ഈ സ്റ്റോക്ക് എത്തിക്കുന്നതെന്നാണ്. ബംഗളൂരുവിൽ ഈ ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള, ഈ നൈജീരിയയിൽ നിന്നും മറ്റതുപോലുള്ള മറ്റു പല വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകളാണ് ഇത്തരത്തിലെ കുക്കിംഗ്, ഈ MDMA തയ്യാറാക്കുന്ന കുക്കിംഗ് എന്നാണ് പോലീസ് ഭാഷയിൽ ഇത് പറയുന്നത്. ഇത്തരത്തിൽ കുക്കിംഗ് നടത്തിയത് അവരാണ് എന്നാണ് പറയുന്നത്. അത്തരം പല ആളുകളെയും നേരത്തെയൊക്കെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്നാലും അതിനുശേഷവും ഇപ്പോഴും ബംഗളൂരു കേന്ദ്രീകരിച്ച് ഈ തയ്യാറാക്കൽ കൃത്യമായി തന്നെ നടക്കുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം ആളുകളിൽ നിന്നാണ്, അത്തരം വൻകിട മാഫിയകളിൽ നിന്നാണ് ഈ ഷിൻഡോയെ പോലുള്ള ആളുകൾക്ക് മയക്കുമരുന്ന് ലഭിക്കുകയും അത് പല ഇടനിലക്കാർ വഴി താഴെത്തട്ടിലേക്ക് എത്തുകയും അത് പിടിക്കപ്പെടാനാവാത്തതിനപ്പുറം, അതായത് സാധാരണഗതിയിലുള്ള കടത്തുകാരും യുവാക്കളുമൊക്കെ ആയാൽ പെട്ടെന്ന് ഈ ശൃംഖലകളെ കണ്ടെത്താൻ കഴിയും. പക്ഷേ ഇത്തരത്തിൽ സമൂഹത്തിൽ നല്ല പദവിയുള്ള അല്ലെങ്കിൽ സൽപ്പേരുള്ള അധ്യാപികമാർ എന്ന രീതിയിലൊക്കെ ചെയ്യുന്ന യുവതികളെ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് പിടിക്കപ്പെടില്ല എന്നൊരു നിഗമനത്തിലാവാം ഇത്തരം ഒരു രീതി ഇവർ തെരഞ്ഞെടുത്തത്. ഒരുപക്ഷെ ആദ്യം ഈ അധ്യാപികമാരിൽ ഒരാൾ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. പിന്നീട് സ്ഥിരമായി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഇത് വാങ്ങാനുള്ള പണം ആവശ്യമായി വരുന്നു. 10,000, 12,000, 15,000 രൂപ ഒരു മാസം ശമ്പളമായി ലഭിച്ചാൽ മാത്രം ഇത് വാങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെ എത്തുമ്പോൾ പുതിയ ആളുകളെ ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു, അവർക്ക് മയക്കുമരുന്ന് കൊടുക്കുന്നു, പിന്നെ അവർ വഴി കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്ന ഒരു രീതിയാണ്. അങ്ങനത്തെ ഒരു ഓപ്പറേഷനാണ് ഇവിടെ നടന്നതെന്ന നിഗമനത്തിലാണ് നമുക്ക് എത്താൻ കഴിയുന്നത്. എന്തായാലും ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത്. ഒപ്പം മംഗലാപുരം മേഖല കേന്ദ്രീകരിച്ചും ആ മേഖലയിൽ കൂടെയും വലിയ തോതിൽ കേരളത്തിലേക്ക് മയക്കുമരുന്ന് ഒഴുകുന്നു എന്ന വിവരങ്ങൾ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ പ്രതികൾക്ക്, അല്ലെങ്കിൽ ഈ പിടിയിലായ പ്രതികൾക്കും മംഗലാപുരം വഴിയുള്ള ചില ബന്ധങ്ങൾ ഉണ്ട് എന്നതിനകം പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കർണാടക കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ നീങ്ങുന്നത്. ഒപ്പം ആരൊക്കെയാണ് ഈ പിടിയിലായ 3 അധ്യാപികമാരിൽ നിന്നും മയക്കുമരുന്ന് കൈപ്പറ്റിയത്, അല്ലെങ്കിൽ ജിജിൻ കുര്യാക്കോസ് എന്ന ഡെലിവറി ഏജന്റിൽ നിന്നും ആർക്കൊക്കെയാണ് മയക്കുമരുന്ന് ലഭിച്ചത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായ ഒരു അന്വേഷണം നടക്കുന്നു. പക്ഷേ ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം 100 കണക്കിന് ഇടപാടുകാരാണ് ഈ 3 അധ്യാപകന്മാരുടെയും ഫോണുകളിലേക്ക് ബന്ധപ്പെടുകയും അവർക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. അത് പൂർണ്ണമായും ഈ ഇടപാടുകാരായി, അതായത് ഇത് ഉപയോഗിക്കാനായി പണം കൊടുത്ത് വാങ്ങുന്നവരാണോ, അല്ലെങ്കിൽ വീണ്ടും വിൽപ്പന നടത്താനായി വൻകിടമായി ഈ മയക്കുമരുന്ന് കൈവശം വെക്കുന്നവരാണോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. ബൺമസ്ക എന്ന സ്ഥാപനം കാവ്യ പേരാമ്പ്ര ബൈപ്പാസിനോട് ചേർന്ന് നടത്തിയിരുന്നു. അവിടെ രാത്രി കാലങ്ങളിൽ വലിയ തോതിൽ യുവാക്കൾ ബൈക്കുകളിലും കാറുകളിലുമൊക്കെയായി എത്തിയിരിക്കുന്നു എന്ന് നാട്ടുകാർ തന്നെ നേരത്തെ പരാതി പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ബൺമസ്കയിൽ എത്തിയ ആളുകൾ ആരൊക്കെയെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം കീർത്തനയുമായി അടുപ്പം പുലർത്തിയ ആളുകൾ ആരൊക്കെയെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ വളരെ ബൃഹത്തായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുന്നത്. ഇവരുടെ ഫോണുകളിലേക്ക് പണം അയച്ച ഓരോരുത്തരെയും കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. അവർ അക്കൗണ്ട് ലൊക്കേഷൻ വിവരങ്ങൾ ഷെയർ ചെയ്തു കൊടുത്ത ഓരോരുത്തരെയും കൃത്യമായി നിരീക്ഷണത്തിന് വിധേയമാക്കുന്നുണ്ട്. അങ്ങനെ ഈ തട്ടിപ്പിന്റെ, അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് കടത്തിന്റെ ഒരു സമഗ്ര ചിത്രം ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു ഊർജിത രീതിയിലുള്ള അന്വേഷണവുമായി തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുന്നത്. എൽദോ, അനീഷ്, അതായത് ഒരു ഡെലിവറി ബോയിയുടെ അക്കൗണ്ടിൽ നിന്ന് ഈ ഷിൻഡോയിലേക്ക് എത്തിയത് ഏതാണ്ട് 1 കോടി രൂപയാണെങ്കിൽ എത്ര ഡെലിവറി ബോയ്മാരുണ്ടാകും? മാത്രമല്ല ഈ ഡെലിവറി ബോയ് അതൊരു കണ്ണി മാത്രമായിരിക്കാം. ഈ ബ്രാഞ്ചസ് ഇങ്ങനെ പടർന്നു പന്തലിക്കാനുള്ള സാഹചര്യമില്ല. ഈ അധ്യാപികമാർ അത് 3 പേർ, അവർ ഒരു പക്ഷേ ഇതിൽ നിസ്സാരക്കാരായിരിക്കാം ഈ വലിയ ശൃംഖലയിൽ. അപ്പോൾ കൂടുതൽ തുറന്ന് കയറാൻ ശ്രമിക്കുന്നുണ്ടോ പോലീസ് ഇതിൻ്റെ ഒരു വ്യാപ്തി അറിയാൻ?
ഈ അധ്യാപികമാർ താഴെത്തട്ടിലെ കണ്ണികളാണെന്ന് പറയുമ്പോഴും അവരുടെ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തുന്ന പണത്തിന്റെ അളവ് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു വ്യാപ്തി പിടികിട്ടും. കാരണം ഓരോ അക്കൗണ്ടിൽ നിന്നും പലതരത്തിലുള്ള പണം വന്നിട്ടുണ്ട്. 2000 മുതൽ ഉള്ള കണക്കുകളാണ് ഓരോ ആളുകളും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും ഈ ചില്ലറ വിൽപ്പന, ഈ ഒറ്റപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള വിൽപ്പന മാത്രമാണോ, അതോ ഈ അധ്യാപികമാർക്ക് പിന്നാലെ വീണ്ടും ചെറുകണ്ണികൾ ഉണ്ടോ? അവർ കുട്ടികളെ ലക്ഷ്യം വെച്ചിരുന്നോ, മറ്റ് സ്ത്രീകളെ ലക്ഷ്യം വെച്ചിരുന്നോ, യുവതികളെ ലക്ഷ്യം വെച്ചിരുന്നോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. കാരണം ഈ വലിയ ഒരു വ്യാപ്തിയിൽ കച്ചവടം നടത്തുമ്പോൾ ഈ പണം ഈ അധ്യാപികമാർ മാത്രം, അവരുടെ പണം മാത്രമാണോ ഈ ജിജിന്റെ കൈവശം എത്തിയത്, ജിജിന് ഈ ഒരു അക്കൗണ്ട് മാത്രമാണോ ഉള്ളത് എന്നതടക്കമുള്ളൊക്കെ വിവരങ്ങൾ പരിശോധിക്കേണ്ടി വരും. നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ഈ ഒരു അക്കൗണ്ടുകൾ വഴി മാത്രമല്ല, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് വഴി മാത്രമല്ല ഇടപാടുകൾ നടന്നത്. മറ്റ് ചില ATM കാർഡുകൾ ഉപയോഗിച്ചും ഈ ജിജിനും അധ്യാപികമാരുമൊക്കെ ഇടപാടുകൾ നടത്തിയിരുന്നു. അതായത് മ്യൂൾ അക്കൗണ്ടുകൾ എന്ന് പറയപ്പെടുന്ന മറ്റൊരു വ്യക്തിയുടെ അക്കൗണ്ടുകൾ ഈ ഇടപാടുകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും ഈ ഓൺലൈൻ തട്ടിപ്പുകളിൽ, ഈ സൈബർ ചതിക്കുഴികളിലൊക്കെ പെടുന്ന ആളുകളുടെ പണം നഷ്ടപ്പെട്ട ഉറവിടം അന്വേഷിച്ച് പോലീസ് എത്തുമ്പോൾ അത് യഥാർത്ഥത്തിൽ തട്ടിപ്പ് നടത്തിയ ആളുകളിലേക്കായിരിക്കില്ല എത്തുന്നത്. ഈ മധ്യപ്രദേശിലെയോ ഛത്തീസ്ഗഡിലെയോ അല്ലെങ്കിൽ ജാർഖണ്ഡിലെയോ ഒക്കെ ഏതെങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ പണിയെടുത്ത് ജീവിക്കുന്ന കർഷകരുടെ പേരിലും മറ്റുമൊക്കെ ഉള്ള അക്കൗണ്ടുകളിലേക്കായിരിക്കും പലപ്പോഴും ഇത്തരം ചങ്ങലകൾ എത്തിപ്പെടുക. ഈ അക്കൗണ്ട് ഉടമയായ ആൾക്ക് എഴുത്തും വായനയും പോലും അറിയില്ല, അല്ലെങ്കിൽ അയാൾക്കൊരു അക്കൗണ്ട് പോലും ഉണ്ടാവാത്ത സാഹചര്യമുണ്ട്. ഈ പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘം ഇവരുടെ വീടുകളിലേക്ക് അന്വേഷിച്ചെത്തുമ്പോൾ മാത്രമാവും തന്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് പോലും ആ വ്യക്തികൾ മനസ്സിലാക്കാൻ കഴിയുക. അത്തരത്തിലുള്ള മ്യൂൾ അക്കൗണ്ടുകൾ വഴിയും ഇത്തരം ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് പൂർണ്ണമായും ഈ തട്ടിപ്പിന്റെ വ്യാപ്തി, അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് കടത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് ഇപ്പോഴും ഒരു കൃത്യമായ ചിത്രം ലഭിച്ചിട്ടില്ല. നിലവിൽ ഈ കസ്റ്റഡിയിലായ ആളുകളുടെ ഫോണുകൾ, അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ, അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഏതൊക്കെ മ്യൂൾ അക്കൗണ്ടുകൾ വഴിയാണ് ഇടപാടുകൾ നടന്നത്, ഏതൊക്കെ വ്യക്തികളെ ഇതിനായി ദുരുപയോഗം ചെയ്തു, എത്ര ATM കാർഡുകൾ ഉപയോഗിച്ചു എന്നതടക്കമുള്ള ഒരുപാട് വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ഒപ്പം വിദേശ അക്കൗണ്ട് നമ്പറുകൾ, അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള ഫോൺ നമ്പറുകളൊക്കെ ഉപയോഗിച്ചും ഈ ഇടപാടിൽ പങ്കെടുത്ത ആളുകളുണ്ട്. അതായത് പിടിക്കപ്പെടാതിരിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് അത്തരം വിദേശ നമ്പറുകൾ പോലും ഉപയോഗിച്ച് ഈ മയക്കുമരുന്ന് ഇടപാട് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ജിജിൻ കുര്യാക്കോസിന് ഈ വനിതകളായ അധ്യാപികമാരുടെ പക്കൽ നിന്നും മാത്രമാണോ പണം ലഭിച്ചത്, അല്ലെങ്കിൽ ജിജിൻ കുര്യാക്കോസ് മാത്രമാണോ ഈ ചങ്ങലയുടെ ഒരു ഇടനിലക്കാരനായി ഈ കോഴിക്കോട് മലബാർ മേഖലയിൽ ഉള്ളത് എന്നതടക്കമുള്ള വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ എല്ലാ ജില്ലകളിലും, അല്ലെങ്കിൽ മലബാർ മേഖലയിലെ എല്ലാ ഇടങ്ങളിലും ഈ ഷിൻഡോ എന്ന 22-കാരനായ മുഖ്യ ആസൂത്രകന് ചങ്ങലകളുണ്ടാവാം, ഇടനിലക്കാരനുണ്ടാവാം. അവർ വഴി എത്ര കോടി രൂപയുടെ മയക്കുമരുന്നാവാം ഇവിടേക്ക് ഒഴുകിയത്, അത് എത്ര പേരിലേക്ക് എത്തിപ്പെട്ടിരിക്കാം, എത്ര കുട്ടികൾ ഇതിന് ഇരയായിരിക്കാം, എത്ര സ്ത്രീകൾ ഇതിന് ഇരയായിരിക്കാം എന്നതടക്കമുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും 2.8 ഗ്രാം MDMA പിടിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇത്ര വ്യാപ്തിയുള്ള ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങിയത്. അക്കാര്യത്തിൽ പോലീസിന് അഭിമാനിക്കാം. ഇതേ ഒരു ആർജവം തന്നെ ഈ മയക്കുമരുന്ന് മാഫിയയുടെ വേരെറുക്കാൻ, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ മയക്കുമരുന്ന് ഈ അധ്യാപികമാരിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ആര് വഴിയാണ് ഈ മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ അന്വേഷണ സംഘം തയ്യാറാവും എന്നറിയാം. എന്തായാലും അങ്ങേയറ്റം ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ അന്വേഷണത്തിൽ പുറത്തു വന്നത്. ഇനിയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെ ഈ അന്വേഷണത്തിൽ മുന്നോട്ടുള്ള വഴികളിൽ ഉണ്ടാവുമെന്ന് നമുക്ക് കരുതാം. എൽദോ. റൈറ്റ്. അനീഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ അതൊരു വലിയ ശൃംഖലയാണ്, വലിയ കണ്ണികൾ അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് കരുതാമെങ്കിൽ പോലും അവരും ചെറിയ മീനുകളല്ല എന്നാണ് ബോധ്യപ്പെടേണ്ടത്. MS അനീഷ് കുമാർ കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.